ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊരു അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. ഈ പ്രഭാതം നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. ഏകദേശം 1500 വർഷം മുൻപ് ചാവുകടലിന് പടിഞ്ഞാറുള്ള ഒരു യഹൂദ ഗ്രാമമായ എൻഗേജി വിലപ്പെട്ട പഴയ നിയമ ചുരുളുകൾ സൂക്ഷിച്ചിരുന്ന ദൈവാലയം ഉൾപ്പെടെ നിലംപരിചയാകും വിധം കത്തിനശിച്ചു. 1970-ൽ പുരാവസ്തു ഗവേഷകർ ഈ സ്ഥലത്ത് നടത്തിയ ഖനനത്തിൽ കരിഞ്ച ചുരുളുകളുടെ ശകലങ്ങൾ കണ്ടെത്തിയെങ്കിലും അവ വായിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 2015-ൽ ഉയർന്ന RS-30 എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദുർബലമായ ചാവുകടൽ ചുരുളുകൾ വായിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികത ശാസ്ത്രജ്ഞർ തുറക്കാത്ത അവശിഷ്ടങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുകയും ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള എബ്രായ പാഠം വായിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇവിടെ മനപ്പാഠവാക്യത്തിൽ നാം വായിച്ചല്ലോ, അവിടെ പറയുന്നത് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ഈ പുസ്തകത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമുക്കറിയാം, ഈ പുസ്തകം അന്തിമമായി എപ്പോഴാണ് തുറക്കപ്പെടുക അല്ലെങ്കിൽ വായിക്കപ്പെടുക എന്ന് നോക്കുമ്പോൾ നമ്മൾ ശരിയായ നിലയിൽ അതിനെ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മഹത്വ സിംഹാസനത്തിലേക്ക് തൻ്റെ വിശുദ്ധ ഗണങ്ങളുമായി കടന്നു പോകുന്ന ഒരു സമയമുണ്ട്. നമുക്കറിയാം, ന്യായവിസ്താര സഭ ഇരിക്കും, പുസ്തകങ്ങൾ തുറക്കും. ന്യായവിസ്താര സഭ ഇരുന്ന് അതുവരെ ഈ പുസ്തകം തുറക്കപ്പെടുകയില്ല, മുദ്രയിട്ട പുസ്തകം തുറക്കപ്പെടുകയില്ല. ന്യായവിസ്താര സഭയുടെ മുൻപിൽ ഈ പുസ്തകങ്ങളൊക്കെ തുറക്കപ്പെടുമ്പോൾ മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടാകുവാൻ കാരണമായി തീരും. അതിൻ്റെ അകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുത ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ താൻ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും കണ്ടിട്ടും ശരിയായ നിലയിൽ അതിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ പാപം മൂലം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതായ ഒരു അവസ്ഥാവിശേഷം കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ അവസാനമായി ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈ മുദ്രയിടപ്പെട്ട പുസ്തകങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. ഈ മുദ്രയിടപ്പെട്ട പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നാം ഒരുപക്ഷെ നാം ചെയ്യുന്ന നീചപ്രവർത്തികളുടെ നിജസ്ഥിതികൾ വിലയിരുത്തുവാൻ കഴിയാതെ അത് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുവാൻ നാം പ്രേരിതരായി മാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രതിഫലം എങ്ങനെയാ കൊടുക്കുക? ഈ പുസ്തകങ്ങളൊക്കെ തുറക്കുമ്പോൾ മനുഷ്യന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ശരിയായ നിലയിൽ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ സേവിച്ച് ദൈവത്തിൻ്റെതായ പൈതലായി തീരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതിന് പകരമായി നാം പാപത്തിൽ മുങ്ങിത്താഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരണം. ഒരു വലിയ വസ്തുത ഇവിടെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടും. ആയതുകൊണ്ട് ഇവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യനെതിരായി പോർവിളി നടത്തുമ്പോൾ,
മനുഷ്യനെതിരായി വെല്ലുവിളികൾ നിർത്തുമ്പോൾ, മനുഷ്യനെതിരായി പ്രവർത്തികൾ ഓരോന്നും ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ലിഖിതങ്ങളിൽ അവിടെ എഴുതി വെച്ച മുദ്രയിടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അന്ത്യന്യായവിധിയിൽ ഈ പുസ്തകങ്ങൾ ഓരോന്നും തുറന്ന മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം കാരണമായി തീരും. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും, വേദപുസ്തകം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. അപ്പോൾ ഓരോ വ്യക്തികളും അനുദിനം ചെയ്യുന്ന പ്രവൃത്തികൾ സസൂക്ഷ്മം പരിശോധിച്ച് ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നാം ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെയാണോ നിൽക്കുന്നതെന്ന് സ്വയം ഒരു വിലയിരുത്തൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആയതുകൊണ്ട് പാപത്തിന്റെ അധാർമികതയിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആയതുകൊണ്ട് ദൈവം പറയുകയാണ്, എന്റെ ജനമായവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ കഷ്ടങ്ങളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുക. എത്രയോ നല്ലൊരു വിളിയാണ്. ഈ പാപം ചെയ്ത് പാപത്തിന്മേൽ പാപം ഛർദ്ദിച്ചു വെച്ച അതേ ജീവിതത്തിന്റെ അന്ത്യം വരെയും പാപത്തെ പാപമായി പുണർന്നുകൊണ്ട്, പാപത്തെ പുൽകിക്കൊണ്ട് പാപത്തിന്റെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നിത്യനായി ദൈവത്തിന് നല്ല സാക്ഷികളായി തീരുന്നതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. ഇവിടെ പറയുന്നത്, യോഹന്നാൻ കണ്ട ചുരുൾ 7 മുദ്രയാൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒന്നിലധികം മുദ്രകളുള്ള ഒരു ചുരുൾ ഒരുതരം വിൽപത്രത്തെ സൂചിപ്പിക്കുമെന്ന് ചില ബൈബിൾ വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നു. പുരാതന റോമിൽ ഒരു വിൽപത്രം ഒന്നിലധികം സാക്ഷികളാൽ മുദ്ര വയ്ക്കപ്പെടും. അങ്ങനെ ഈ ചുരുൾ സ്വർഗീയ പിതാവിന്റെ വിൽപത്രവും സമ്മതപത്രവും പോലെ ആയിരിക്കും. ആയതുകൊണ്ട് ഒരു അപ്പൻ തൻ്റെ പുത്രന് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഒരു വിൽപത്രം നൽകുന്നത് പോലെയാണ് ഈ മുദ്രയിടപ്പെട്ട പുസ്തകം. അകത്തും പുറത്തും മുദ്രയുണ്ട്. അകത്തും പുറത്തുമുള്ള മുദ്രയായതുകൊണ്ട് മാനുഷികമായി കാര്യങ്ങൾക്ക് ആ മുദ്രകളെ മാറ്റുവാൻ കഴിയത്തില്ല. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം ദൈവത്തിന്റെ പക്കലുണ്ട്. നാം ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? നാം ദൈവത്തെ പേടിക്കുന്നുണ്ടോ? നാം ദൈവത്തെ മാനിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സാക്ഷികളായി നാം നിലകൊള്ളുന്നുണ്ടോ എന്ന് സ്വയം ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിത ഭാഗങ്ങളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ബൈബിൾ പ്രവചനത്തിലെ 7 എന്ന സംഖ്യ മുഴുവനായിരിക്കുന്ന അവസ്ഥയെയും സമ്പൂർണതയെയും സൂചിപ്പിക്കുന്നു. അത് വെളിപ്പാടിൽ 7 സഭകൾ, 7 ആത്മാക്കൾ, 7 നിലവിളക്കുകൾ, 7 നക്ഷത്രങ്ങൾ, 7 അഗ്നിവിളക്കുകൾ, 7 മുദ്രകൾ എന്നിങ്ങനെയും അതിലേറെയും പലതവണ ആവർത്തിക്കുന്നു. അതിനാൽ തികച്ചും മുദ്ര വെച്ച ഈ ചുരുളുകളിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക വിവരണങ്ങൾ ഉൾക്കൊള്ളുന്നു. അത് തുറക്കപ്പെടുവാൻ കഴിയുമോ? മാനവകുലത്തെ രക്ഷിക്കുവാൻ കഴിയുമോ? ഇവിടെ പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ വലതു കൈയിൽ 7 മുദ്രകളോടൊപ്പം ഈ ചുരുളുകൾ പിടിച്ചിരിക്കുന്നത് പോലെ നിന്റെ സ്നേഹവും ശക്തിയേറിയതുമായ കയ്യിൽ എൻ്റെ ജീവിതത്തെയും ഭാവിയെയും നീ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങളെ ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്ന്നേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമീൻ. ഒരിക്കൽ കൂടി ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമീൻ.